രാവിലെ തന്നെ പത്രം എടുത്തപ്പോൾ കണ്ടത് ഇന്നു മുതൽ മഴ കനക്കുന്നതാണ്. അതുപോലെ തന്നെയായിരുന്നു രാവിലെ നല്ല കനത്ത മഴയായിരുന്നു. പക്ഷേ സാഹിത്യ കുട്ടികൾ അവരെ പ്രാക്ടീസ് ഒന്നും മുടക്കണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ചേട്ടന്മാരും ഉള്ള സ്ഥലത്ത് നടത്ത എക്സസൈസ് ഒക്കെ ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. നല്ല മഴയാണ്. നല്ല നമ്മളെ വർക്കൗട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല. ഇന്ന് 20 മിനിറ്റ് ജോഗിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പോയാലോ? നല്ല ക്ലൗഡി അന്തരീക്ഷം ആയതുകൊണ്ട് 20 മിനിറ്റ് ജോഗൊന്നും അത്ര വലിയ പ്രശ്നമായിരുന്നില്ല കേട്ടോ. ഞാൻ ജോഗ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ജോഗ് ചെയ്യലാണ്. അപ്പോൾ കുറച്ചും കൂടെ സമയം പെട്ടെന്ന് പോകും. 20 മിനിറ്റ് ജോഗിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മൾ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം മഴയൊക്കെ ചെറുതായിട്ട് നിന്ന് തുടങ്ങി. ഇപ്പോൾ ചെറുതായിട്ട് ചാറണുള്ളൂ. ഓക്കെ, ഇനി അടുത്തേക്ക് പോയാൽ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഷട്ടിൽ റൺ അവിടെ ചെയ്തത്. ഷട്ടിൽ റൺ 30 മീറ്ററിന്റെ 5 റൗണ്ടാണ് നമ്മൾ ചെയ്തത്. ഓരോ ഷട്ടിൽ റണ്ണിന്റെ ഇടയിൽ നമ്മൾ എടുക്കുന്ന ഗ്യാപ്പ് 10 തൊട്ട് 15 സെക്കൻഡ് വരെയാണ്. 5 ഷട്ടിൽ റണ്ണ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഏകദേശം വയ്യാണ്ടായി, തലയൊക്കെ കറങ്ങി തുടങ്ങി. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് സമയം എടുത്ത് റെസ്റ്റ് ഒക്കെ ചെയ്ത് നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് കടന്നു. സ്കിപ്പിംഗ് നമ്മൾ ഇന്ന് 300ന്റെ 3 സെറ്റ് തന്നെയാണ് ചെയ്തത്. കുന്നോളം സീനിയർ ഗ്രൗണ്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ആണ് കേട്ടോ. ഏതൊരു ഗ്രൗണ്ടിൽ ആവശ്യമുള്ള ഒരു സംഭവമാണ്. അത് ഒരു കറക്റ്റ് നല്ല ഹൈജീനിക് ആയിട്ട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. വെള്ളം കുടിച്ച് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടിലേക്ക് കടന്നു. 50 മീറ്ററിന്റെ സ്പ്രിന്റ് 2 എണ്ണമാണ് നമ്മൾ ചെയ്തത്. ഓരോ വട്ടം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ജോഗിങ്ങിലാണ്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച പ്രകൃതി തന്നെ അതിന് കൂടെ എന്ന് പറയുന്നതിന് ഒരു ധാരണ കേട്ടാ. നമ്മളെപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വന്നാലും നല്ല മഴ ഉണ്ടോ. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ മെല്ലെ നിന്ന് ചെറിയ വെയിലൊക്കെ വരും. അതാണ് ഇന്ന് സംഭവിച്ചത്. രാവിലെ നല്ല മഴയായിരുന്നു, അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.